ഞായറാഴ്ച ആയിട്ട് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഇന്നലെ ഞാൻ നിധി ഉമ്മ വെച്ചു. നിക്ക് സ്കൂളിലാ പഠിക്കുന്നല്ല പറഞ്ഞേ, പിന്നെ ഇത്രയും താടി മീശ. ഒരു മിനിറ്റ്. എൻ്റെ പൊന്നു പെണ്ണുമ്പിള്ളേ, ഒരാഴ്ച കൂടുമ്പോഴാണ് മുഖത്ത് അവിടെ ഇവിടെ 4-5 രോമം വരുന്നു. ഇനി അതിനുവേണ്ടി ബാക്ക് സ്റ്റോറി അടിക്കാനായിട്ട് ഞാനിങ്ങനെ വടിച്ചിട്ട് വന്നിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇത് ചെയ്തു തീർക്കട്ടെ. അവള് കുഞ്ഞുണ്ടാകുന്ന പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിയടാ. കുഞ്ഞുങ്ങളുണ്ടാകണമെങ്കിൽ അത് മാത്രം പോരാ, മറ്റതും വേണം. എന്ത്? ലൈറ്റ് ഓഫ് ആകണം. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ പകല ഉമ്മ വെച്ചേ. സൂര്യനുണ്ടായിരുന്നു? പകുതി ഉണ്ടായിരുന്നു, ബാക്കി മറിഞ്ഞിരിക്കുമായിരുന്നു. ആ, അപ്പൊ പകുതി ചാൻസ് ഉണ്ട്. ഓടാ എടാ, എൻ്റെ മാമൻ മാമിയെ അറിയാതെ ഇതുപോലെ പാതി വെളിച്ചത്തിലൊന്നും ഉമ്മ വെച്ചത്. അവർക്ക് കൊച്ചുണ്ടായില്ലേ? പക്ഷെ അത് രാത്രിയിലല്ലായിരുന്നു. നിന്റെ മാമനെ ശാരി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചപ്പോൾ എൻ്റെ കൊച്ചത്തിനോട് ഉണ്ടായിരുന്നല്ലോ. കള്ളവാടാ. എന്നോട് മാമൻ പറഞ്ഞതാ. മാമനെല്ലാം നടന്നു നിന്നപ്പോൾ മാമിയുടെ വീടിൻ്റെ അടുത്തുനിന്ന് എന്തോ സൗണ്ട് കേട്ടു. മാമൻ ചെന്ന് നോക്കിയപ്പോൾ ദേ മാമൻ സ്ലിപ്പായി താഴെ കിടക്കുന്നു. പക്ഷെ എൻ്റെ കൊച്ചച്ചൻ പറഞ്ഞത് കൊച്ച കേട്ടെല്ലാവരും ഓടിച്ചെന്നപ്പോൾ നിന്റെ മാമനോടെ സ്ലിപ്പായി വീണ് കിടക്കുമായിരുന്നു. എന്നാണല്ലോ ഉടനെ കുഞ്ഞുണ്ടാവും. ദേ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ബൂമർ മേടിച്ചു തരണം. ഇത്തവണത്തെ എൻ്റെ അണ്ടർടേക്കർ ഉണ്ടെന്നാണ് സോണി പറഞ്ഞത്. എടാ, നീ ആരോടും പറയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലക്കത്തിലെ ബാലമ്മയുടെ കൂടെയുള്ള ഷൂട്ടറിൻ്റെ ഷെയറിൻ്റെ 5 സ്റ്റിക്കർ. എന്താടാ? എടാ, പക്ഷെ 2 ചേട്ടായുടെയാ. ഞാനെങ്ങും അറിയാതെ ആരോടേലും പറഞ്ഞു പോയാലോ? ശരി, ആരോടും പറയരുത്. നെവർ.